ക്കും ദൈവകുമാരനും 1000 നന്ദി. എൻ്റെ പേര് അനീന. ഞാൻ കൊല്ലം രൂപതയിൽ പടപ്പക്കര ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി ആദ്യമായി എടുക്കുന്നത് 2023 ഡിസംബർ 16 എൻ്റെ നിയോഗം ഞാൻ വെച്ചിരുന്നത് എനിക്കൊരു ജോലി ലഭിക്കണമെന്നുള്ളതായിരുന്നു. ഞാൻ ബികോം കോർപ്പറേഷൻ പഠിച്ചു കഴിഞ്ഞിട്ട് ജോലിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ടാലി പഠിച്ചിട്ടൊരു ബില്ലിങ്ങിൽ കയറിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് ചെറിയൊരു ഓപ്പറേഷൻ കാരണം പിന്നെ എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പം ഞാനിങ്ങനെ വേറെ ജോലിയൊന്നും ഇല്ലല്ലോ എന്ന് വിഷമിച്ചിരുന്നപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് ഞാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒരു 6 മാസത്തെ കോഴ്സിന് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പം അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജനുവരിയിൽ വന്നിട്ട് ഞാൻ ആ കോഴ്സിന് അപ്ലൈ ചെയ്ത് ഇവിടെ വന്ന് ഞാൻ പുതുക്കിയ സമയത്ത് അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എക്സാം സമയത്ത് മാതാവിൻ്റെ തൈലവും ഉപ്പും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ എക്സാം എല്ലാം അറ്റൻഡ് ചെയ്തത്. എല്ലാം ഓൺലൈൻ വഴിയായിരുന്നു എല്ലാ എക്സാമും എനിക്ക് മാതാവ് പാസ്സാക്കി തന്നു. എന്നിട്ട് ആദ്യത്തെ പുതുക്കലിന് വന്നിട്ട് ഞാൻ നിയോഗം വെച്ചിട്ടും വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് എനിക്കൊന്നും പ്രാർത്ഥിക്കാനോ പള്ളിയിൽ പോകാനോ ഒന്നും പറ്റുന്നില്ലായിരുന്നു. പുറകോട്ട് എന്തോ വലിക്കുന്ന പോലെ പള്ളി പോയിക്കൊണ്ടിരുന്ന 1 മാസം കണ്ടിന്യൂസ് ഞാൻ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും, ബൈബിൾ വായിക്കും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അതിനൊന്നും പറ്റുന്നില്ല. അപ്പം ഭയങ്കര വിഷമം. ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കും രാത്രികളിൽ, എന്താ എനിക്കിങ്ങനെ പ്രാർത്ഥിക്കാനും പള്ളിയിൽ പോകാനൊന്നും പറ്റാത്തത്, എൻ്റെ നിയോഗമൊന്നും നടക്കുന്നില്ലല്ലോ, ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ 2ാമത്തെ പുതുക്കലിന് വന്നപ്പോൾ ഞാൻ ആദ്യം എഴുതിയ നിയോഗം തന്നെ എനിക്ക് മാതാവിൻ്റെ അടുത്ത് കൂടുതൽ സംസാരിക്കാൻ പറ്റണം, എനിക്ക് ഇന്നും പള്ളിയിൽ പോകാൻ പറ്റണം, പരിശുദ്ധാത്മാവിനെ എന്നിൽ നിറയ്ക്കണം എന്നതായിരുന്നു എൻ്റെ ആദ്യത്തെ നിയോഗം ഞാൻ വെച്ചത്. പിന്നെ എൻ്റെ ജോലിയും ഞാനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ഒന്നുകൂടി എൻ്റെ നിയോഗം വെക്കുക, മാതാവേ എനിക്കിത് നടത്തി തരണം. എന്നിട്ട് ഞാൻ ഇവിടുന്ന് പോയി. എനിക്ക് പിന്നെ മുടങ്ങാതെ എന്നും പള്ളിയിൽ പോകാൻ പറ്റുന്നുണ്ട്. കറക്റ്റ് സമയത്തിന് ഞാൻ എണീറ്റ് പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും. രാവിലത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണെങ്കിലും ജപമാലയാണെങ്കിലും ബൈബിൾ വായന എല്ലാം മുടങ്ങാതെ തുടങ്ങി. അപ്പോഴത്തേക്കും മാതാവും എൻ്റെ ജീവിതത്തിൽ ഓരോ അനുഭവങ്ങൾ തരാൻ തുടങ്ങി. കൊച്ചു അനുഭവങ്ങൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നടത്തി തുടങ്ങി. പിന്നെ ഞാൻ എൻ്റെ ജോലിയുടെ കാര്യമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം സർട്ടിഫിക്കറ്റ് വരാൻ എല്ലാവർക്കും കിട്ടിയിട്ടും എൻ്റെ സർട്ടിഫിക്കറ്റ് മാത്രം വന്നില്ല. അപ്പം ഞാൻ അവിടെ കോൺടാക്ട് ചെയ്യുമ്പോഴെല്ലാം അവർ അവിടുന്ന് അയച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്കത് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പം 1 മാസത്തോളം ആയിട്ടും ഒന്നും ആവില്ല. അപ്പം ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. 26-ാം തീയതി ജപമാല റാലിയിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട്. അപ്പം അതിനു മുമ്പ് എനിക്ക് അവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റണം, എനിക്ക് ജോലി കിട്ടിയെന്ന്. അപ്പോൾ മാതാവ് എന്തായാലും എനിക്കൊരു അനുഗ്രഹം തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചൊരു 2 ദിവസം കഴിഞ്ഞ് കാണും. അപ്പോഴത്തേക്കും എൻ്റെ സർട്ടിഫിക്കറ്റ് വീട്ടിൽ വന്നു. അത് കഴിഞ്ഞ് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു കോളും വന്നിട്ട് ആലുവ രാജഗിരി ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കുവാണ്, ഇങ്ങനെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചിട്ട് നിൽക്കുന്നതല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ തിങ്കളാഴ്ച വരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞാൽ വരാൻ പറ്റുമെന്ന് പറഞ്ഞ് ഫോൺ കട്ടായി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ടെൻഷനായിരുന്നു. ഇൻ്റർവ്യൂ വലിയൊരു ഹോസ്പിറ്റലാണ് എല്ലാവരും പറഞ്ഞപ്പം ഇൻ്റർവ്യൂ ഒക്കെ എന്തായാലും ഇംഗ്ലീഷിലായിരിക്കും. അപ്പോൾ എനിക്ക് ടെൻഷനായിരുന്നു, എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ, അവർ ചോദിക്കുന്നതിനൊക്കെ എനിക്കൊന്നും അറിയത്തില്ല, മാതാവിന് അറിയാമല്ലോ. അപ്പം എൻ്റെ കൂടെ വേണം, എനിക്കെല്ലാം പറയാൻ പറ്റണം, മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഇവിടം വരെ വരുന്നതാണ്, അപ്പം എനിക്ക് പറയാൻ പറ്റണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ കാശുരൂപവും കൊന്ത എല്ലാമായിട്ട് ഉപ്പും തൈലും ഒക്കെ ആയിട്ടാണ് ഞാനും പപ്പയും വന്നത്. ഇൻ്റർവ്യൂവിന് കയറി. പ്രത്യേകിച്ച് ഒന്നും ചോദിച്ചില്ല, അവരെല്ലാം മലയാളത്തിലാണ് എന്നോട് ചോദിച്ചത്. പേരും വീട്ടിൽ ആരൊക്കെയുണ്ട് അതൊക്കെ ചോദിച്ചത്. അപ്പം ഞാൻ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നുണ്ടായിരുന്നു, ഇത് കിട്ടത്തില്ല, ഇങ്ങനെ വീട്ടിലെല്ലാവരും ഡീറ്റെയിൽസൊക്കെ അല്ലേ ഇവർ ചോദിക്കുന്നത്, അപ്പോൾ കിട്ടത്തില്ലായിരിക്കും എന്ന് വിചാരിച്ച് പിന്നെ മാതാവിൻ്റെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ നടത്തിക്കോ, പ്രശ്നമൊന്നും ഇല്ല എന്നുള്ള മട്ടിൽ ഞാനും നിന്നു. അപ്പം അത്രയും ചോദിച്ചിട്ട് അവരെൻ്റെ അടുത്ത് പറഞ്ഞു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അങ്ങനെ ഞാൻ പുറത്തിരുന്നു. 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, ഇത്ര ദൂരം വന്ന് കൊല്ലത്തുനിന്ന് എറണാകുളത്ത് നിൽക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു പ്രശ്നമൊന്നുമില്ല. അപ്പം പറഞ്ഞെങ്കിൽ 28-ാം തീയതി ജോയിൻ ചെയ്തോ, HR ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് വലിയ സന്തോഷമായി. അങ്ങനെ വലിയൊരു അനുഗ്രഹം മാതാവ് എനിക്ക് തന്നു. പിന്നെ ഞാൻ വെച്ചിട്ടുള്ളതിന് എനിക്ക് ജോലിക്ക് മുമ്പ് തന്നെ ഞാൻ 2ാമതൊരു നിയോഗമായിട്ട് വെച്ചിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ജോലി കിട്ടിയാലും നിൽക്കാൻ പറ്റുമെന്ന് അറിയത്തില്ലായിരുന്നു. കാരണം എനിക്കാണെങ്കിൽ പീരീഡ്സിൻ്റെ സമയത്ത് എനിക്ക് ഒട്ടും പറ്റത്തില്ല. എല്ലാവരുടെയും കാര്യം എനിക്കറിയത്തില്ല, എൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പെയിനാണ്. അപ്പം മമ്മിക്ക് എപ്പോഴും ഭയങ്കര സങ്കടമായിരുന്നു. ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ആരും 7 ദിവസം ഒന്നും ലീവ് തരത്തില്ല, ഒരിടത്തും ലീവൊന്നും തരത്തില്ല. അപ്പം എന്ത് ചെയ്യും, ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞെങ്കിൽ വിഷമമായിരുന്നു. അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് ഇവിടെ നിന്ന് അതായിരുന്നു എൻ്റെ നിയോഗം, എനിക്ക് വേദനയൊന്ന് കുറച്ച് തരണം. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിയോഗത്തിൽ വെച്ച്. അത് ഇവിടുന്ന് പോയി 2ാമത്തെ പുതുക്കൽ കഴിഞ്ഞ് ചെന്നിട്ട് അപ്പം ഞാൻ ആ തൈലം എടുത്ത് എൻ്റെ വയറ്റിൽ പുരട്ടി പ്രാർത്ഥിച്ച്. അതിനുശേഷം ഇന്ന് വരെയും എനിക്ക് റെഗുലറായിട്ട് അത് വരുന്നുമുണ്ട്. പക്ഷേ എനിക്കൊരു പെയിനും ഇല്ല, അത് വരുന്നു അതിൻ്റെ അങ്ങനെ പോകുന്നു. എനിക്ക് പെയിനും ഇല്ല, ഒന്നുമില്ല. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, അതിലെനിക്കൊരുപാട് സന്തോഷമുണ്ട്.
പിന്നെ എൻ്റെ അനിയൻ്റെ കാര്യം, അവനും ഇത് കണക്ക് ജോലിയൊന്നും എങ്ങും സ്ഥിരമായിട്ട് നിൽക്കത്തില്ല. അവിടെ പോയിട്ട് അപ്പോൾ ആ കൂട്ടുകാരായിട്ട് അതുപോലെ ഇങ്ങ് തിരിച്ചു വരും. അപ്പം അവന് വേണ്ടി ഞാൻ എന്നും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പോൾ അവനൊരു ജോലി ഒരു 3 മാസമായി, അവൻ ഇഷ്ടപ്പെട്ട് അവിടെ തന്നെ നിൽക്കുവാണ്, അവിടെ നിന്ന് ജോലി ചെയ്യുന്നു. പിന്നെ ഇതുവരെ ഇങ്ങോട്ട് വരണം എന്നൊന്നും പറഞ്ഞിട്ടില്ല, അവിടെ തന്നെ നിന്ന് ജോലി ചെയ്യുന്നു. അതിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരുണ്യ പ്രവൃത്തികൾ എന്ന് വെച്ചാൽ ഞാനും അമ്മയും ഞങ്ങളുടെ അവിടെ തുയ്യം പള്ളിയിൽ കുറച്ച് ആൾക്കാരിങ്ങനെ ഇരിപ്പുണ്ട്, അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഫുഡ് ഒരു നേരത്തെ കൊണ്ട് കൊടുക്കും. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം പത്രം മേടിച്ച്, ആദ്യമൊക്കെ ഞാൻ പത്രമൊന്നും വാങ്ങിക്കാൻ ഞാൻ കൊടുക്കത്തില്ല, വീട്ടിൽ കൊണ്ട് വെക്കത്തേ ഉള്ളൂ. മമ്മീനെ വഴക്ക് പറയും, എനിക്കെന്തൊരു ചമ്മലായിരുന്നു. ഞാൻ രണ്ടാമതൊരു പുതുക്കൽ കഴിഞ്ഞതിന് ശേഷമാണ് ഇതെല്ലാം റെഗുലറായിട്ട് പോകാൻ തുടങ്ങിയത്. പത്രം മേടിച്ച് ഞാൻ ഞങ്ങളുടെ പള്ളിയിലാണെങ്കിലും എല്ലാവർക്കും വരുന്ന എല്ലാവർക്കും അവിടെ നിന്ന് കൊടുക്കും. തുയ്യം പള്ളിയിൽ, വേളാങ്കണ്ണി മാതാവിൻ്റെ പള്ളിയിലെല്ലാം ഞാൻ കൊണ്ട് കൊടുക്കാറുണ്ടായിരുന്നു. പിന്നെ എന്നിലൊന്ന് മാറ്റമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും പ്രാർത്ഥന, ബൈബിൾ വായന, ഇതൊന്നും പണ്ട് ജപമാലയൊന്നും പഠിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അതിലെനിക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. എന്നും 7:30 ആകുമ്പോഴേ ജപമാല പഠിക്കാൻ മമ്മിയെ വിളിച്ച് ഞാൻ വന്നിരിക്കും. അതുകണക്ക് ഈ ജപമാലയൊന്നും ഞാൻ ഇങ്ങനെ കയ്യിലിട്ടുകൊണ്ട് നടക്കത്തില്ല. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അന്ന് മുതൽ എപ്പോഴും എൻ്റെ കയ്യിൽ ജപമാല വേണം. എപ്പോൾ പള്ളിയിൽ പോയാലും, ഒരു പാട്ടുപൂജയ്ക്ക് പോയാൽ പോലും, എന്തിനു പോയാലും ഞാൻ ഈ ജപമാലയും കൊണ്ടാണ് പോവാറ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, കൊച്ചു കാര്യങ്ങളാണെങ്കിൽ പോലും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ മാതാവ് അതെനിക്ക് നടത്തി തന്നിട്ടുണ്ട്. എൻ്റെ ഒരു ലോകനാഥ എന്ന് പറയുന്ന ഒരു മാതാവിൻ്റെ പുസ്തകം ഉണ്ടായിരുന്നു, എനിക്കൊരു ആൻറ്റി തന്നതാണ്. അപ്പം ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം ഇങ്ങനെ എനിക്കൊരു വിഷമം വരുമ്പോൾ ഞാൻ അത് ഇങ്ങനെ സ്വർഗസ്ഥനായ പിതാവയോ അല്ലെങ്കിൽ വിശ്വാസ പ്രമാണമോ ചൊല്ലിയിട്ട് അത് ഞാൻ തുറക്കും. അത് തുറക്കുമ്പോഴത്തേക്ക് എനിക്ക് ആ ആഗ്രഹം സാധിച്ച് കിട്ടുമെന്നാണ് ആ വചനത്തിൽ വരുന്നത്. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ നടക്കാറുമുണ്ട്. ഇപ്പോൾ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ പോലും ഞാനത് അങ്ങനെ തുറന്ന് നോക്കിയിട്ടാണ് പോയത്. അപ്പോൾ അതെനിക്ക് തന്നെ കിട്ടുമെന്ന് മാതാവ് പറഞ്ഞു. ഞാൻ മാതാവിനോട് അതിന് മുമ്പ് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് എറണാകുളത്ത് തന്നെ ഒരു ജോലി തരണം, എനിക്കവിടെ ഹോസ്റ്റലിൽ നിൽക്കാൻ പറ്റണം, എന്നാലേ എനിക്ക് അവിടുന്ന് മാതാവിനെ കാണാനിടയ്ക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനൊക്കെ പറ്റൂ. അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്നെ എനിക്ക് മാതാവ് രാജഗിരി ഹോസ്പിറ്റലിൽ HR നല്ലൊരു പോസ്റ്റിൽ ജോലി തന്ന് അനുഗ്രഹിച്ചു. മാതാവിനും തിരുക്കുമാരനും 1000. യേശയ്യ പ്രവാചകൻ